ഡോക്ടർ മലൽ, യെസ് സർ. മരിച്ച ആൾ ജീവിക്കുമോ? മനസ്സ് വെച്ചാൽ ജീവിക്കും സർ. എന്താണ് ഈ മലൽ? ഒരു കഥ പറയാനുണ്ടല്ലോ മലിന്. ഉണ്ട്. എന്താണത്? കഴിഞ്ഞ ദിവസം നമുക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു സർ. ഒരു 64 വയസ്സുള്ളൊരു ആൾ. കാര്യമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പെട്ടെന്നൊരു നെഞ്ചുവേദനയായിട്ട് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു, നമുക്ക് വരുന്നു. വെളുപ്പിന് ഒരു 2 മണി 3 മണി സമയം. ആൾ വന്നു, നല്ല വേദനയിലാണ്. മോണിറ്റേഴ്സ് കണക്ട്. വേദന നെഞ്ചുവേദനയാണ്. നെഞ്ചിൽ നെക്കി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ആൾക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ. ആൾ മൊത്തത്തിൽ ബുദ്ധിമുട്ടിലാണ്. ബെഡിലേക്ക് വന്നു, കിടക്കാനും വയ്യ. നേരെ മോണിറ്റേഴ്സ് കണക്ട് ചെയ്തു, സ്ക്രീനിൽ നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ST എലിവേഷൻ MI ആണ്. ഹൃദയമിടിപ്പ് നന്നായി കുറഞ്ഞിട്ടുണ്ട്. നേരെ അതായത് ECG മാറ്റമുള്ള, ECGയിൽ കൃത്യമായ മാറ്റങ്ങളുള്ള ഒരു ഹാർട്ട് അറ്റാക്ക് ആണ് ചുരുക്കം പറഞ്ഞത്. ECGയിൽ കൃത്യമായ മാറ്റങ്ങളുള്ള ഹാർട്ട് അറ്റാക്ക് ആണ്. അതുതന്നെ 3/4 മണിക്കൂർ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ശരി. നേരെ ഒരു ECG എടുക്കുന്നു, കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നല്ല അപകടത്തിലാണ്. എമർജൻസി ആയിട്ട് കൊടുക്കാനുള്ള മരുന്നുകൾ നമ്മൾ അപ്പോൾ തന്നെ കൊടുക്കുന്നു. ഒരു 10 മിനിറ്റ് തന്നെ ആൾക്ക് മരുന്നുകൾ കിട്ടി. ബെഡ് സൈഡ് റെക്കോ ചെയ്യുന്നു. ആളുടെ ഹാർട്ടിൻ്റെ പമ്പിങ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത ആളാണ്. ആൾക്ക് അപ്പോഴേക്കും നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ. മരുന്നുകൾ കൊടുത്തു. ഹൃദയമിടിപ്പ് വീണ്ടും കുറയുന്നു. ഇൻഫ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡോപ്പമിൻ, ഹൃദയമിടിപ്പ് കൂടാനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പമ്പിങ് കൂടാനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പമ്പിങ്ങിന് കൂടാനുമുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡോപ്പമിൻ, അഡ്രിനാലിൻ എന്ന് പറയുന്ന മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹൃദയമിടിപ്പ് മെല്ലെ കൂടി വരുന്നു. കൂടെയുള്ള ആൾക്കാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആശുപത്രി കുറച്ച് ദൂരെയുള്ളൊരു സ്ഥലമാണ്. അവിടം വരെ ആൾ ഓടി എത്തില്ല. ആംബുലൻസിൽ അവിടെ വരെ എത്തുമ്പോഴേക്കും എന്തെങ്കിലും സംഭവിച്ചേക്കാം. സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് തന്നെ അവരെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നു, സമ്മതിപ്പിക്കുന്നു. ആംബുലൻസ് വരുന്നു. ആംബുലൻസിൻ്റെ ട്രോളി പേഷ്യൻ്റ് ബെഡ് സൈഡ് എത്തുന്നു. ആളുടെ ഹൃദയം നിലയ്ക്കുന്നു. നിന്നുപോയി. ആൾ മരിച്ചു, മരണപ്പെട്ടു എന്ന് പണ്ടാണെങ്കിൽ ആൾ മരിച്ചു എന്ന് പറയുന്ന സ്ഥിതി. ഹൃദയം നിന്ന് കഴിഞ്ഞാൽ മരിച്ചു എന്നാണല്ലോ. മരണപ്പെട്ടു. ശരി. പിന്നെന്ത് നടക്കുന്നു? അത്രയും തന്നെ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. ശരി. പെട്ടെന്ന് സംഭവിച്ചു. നമ്മളത് ടൈമിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നമുക്ക് മനസ്സിലായി നമ്മൾ ബെഡ് സൈഡ് തന്നെയുണ്ട്. പെട്ടെന്ന് ഷോക്ക് ഡെലിവർ ചെയ്യുന്നു. CPR കൊടുക്കുന്നു. 2 മിനിറ്റ് ഹൃദയം തിരിച്ച്. അപ്പോൾ ഷോക്ക് കൊടുക്കാൻ പറ്റുന്ന ഋതമായിരുന്നു അത്, അല്ലേ? VF ആണോ VT ആണോ? VF ആയിരുന്നു. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന ഋതമായിരുന്നു. അതെ. പലപ്പോഴും ആളുകൾക്കൊരു കൺഫ്യൂഷനാണ്. ഇത് ഷോക്ക് കൊടുക്കണോ വേണ്ടെന്നുള്ള സംശയമാണ് എല്ലാവർക്കും. ഈ ഷോക്ക് കൊടുക്കണോ, പ്രത്യേകിച്ച് ഈ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ എപ്പോഴുള്ള ഒരു ഭയവും പേടിയും. എല്ലാവർക്കും ഷോക്ക്. പിന്നെ മറ്റൊന്നുള്ളത് എല്ലാവർക്കും ഷോക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ പഠനങ്ങളും നമ്മുടെ എമർജൻസി മെഡിസിൻ്റെ ഒരു വരവോടുകൂടി നമുക്കറിയാം VF VT മാത്രമാണ് നമുക്ക് ഷോക്കബിൾ ഋതം. അപ്പോൾ എന്തോ ഭാഗ്യം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഋതമാണ്, അല്ലേ? VF VT ആണെങ്കിൽ ഷോക്ക് കൊടുത്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാം. എന്നിട്ട് എന്ത് സംഭവിച്ചത്? ഒരു ഷോക്ക്, 2 മിനിറ്റ് CPR, ആളുടെ ഹൃദയം പിടിച്ചു. എക്സലന്റ്. അപ്പോൾ മരിച്ചാൽ തിരിച്ചു വന്നു. അതെ. പിന്നെ അയാൾ ഷിഫ്റ്റ് ചെയ്തു, അല്ലേ? പിന്നീട് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്തു. സ്റ്റേബിൾ ആണോ ഷിഫ്റ്റ് ചെയ്തു. വെന്റിലേറ്ററിലെത്തി. എത്രയും നിയറസ്റ്റ് സെൻറ്ററിലെത്തി. ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അടുത്ത ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറി. പിന്നെ പേഷ്യൻ്റ് 7-ാം ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തെത്തി. എക്സലന്റ്. നമ്മൾ വീണ്ടും പറയുന്നു, മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലം ആ ഒരു സമയമല്ല ഇപ്പോൾ. നമ്മൾ റിസസിറ്റേഷൻ, അല്ലേ? ഏറ്റവും പുതിയ റിസസിറ്റേഷൻ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് വെച്ച് ഷോക്കബിൾ ഋതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഷോക്ക് കൊടുത്ത് നമുക്ക് ഹാർട്ട് അറ്റാക്കിനെ റിവൈവ് ചെയ്തെടുക്കാം. പണ്ട് പൾസ് പിടിച്ച് പൾസ് ഇല്ലെങ്കിൽ മരിച്ചു എന്ന് പറയുന്ന ഘട്ടത്തിൽ നിന്ന് ഇന്ന് അവിടെ തുടക്കമായി പേഷ്യൻ്റ് റെസിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് നമ്മുടെ ടീം എല്ലാവരും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. എക്സലൻറ്റ് ജോബ് ഡോക്ടർ മലർ. താങ്ക് യു സർ.